സൂര്യഭഗവാൻ എന്റെ എല്ലാ കുത്തിത്തിരിപ്പും ഇവിടെ ഭരിക്കണേ. എന്താ എന്റെ കണ്ണന്റെ മാത്രമേ വെളിയിൽ വരാവേ. എന്റെ ചാനന്റെ മുഖം മാത്രമേ എല്ലാ ക്യാമറയിലും പതിയാവേ. അല്ലെങ്കിൽ അത് വേണ്ട, എന്റെ മുഖം, എന്റെ ചിരി, എന്റെ തല, അത് മാത്രമേ ക്യാമറയിൽ വരാവേ. ഈ വീട്ടിലെ ഏറ്റവും സുന്ദരി ആരാ? എന്റെ ജാനു. തമ്പുരാട്ടി ആരാ? എന്റെ ജാനു. ചിന്തിച്ചേട്ടാ എന്തൊരു കുട്ട ചായ കിട്ടില്ല. ചിന്തിച്ചേട്ടാ അവന്തൊരു ശബ്ദം സമയം കൊടുത്തില്ലേ? സീരിയലാണേ. ചിന്തിച്ചേട്ടാ ഈ വീട്ടിലെ ഏറ്റവും സുന്ദരി ആരാ? ഇതിലെ ഞാൻ അറിയാൻ പറഞ്ഞതാണ്. ചിന്തിച്ചേട്ടാ വീട്ടിലെ ഏറ്റവും സുന്ദരി ആരാ? എന്റെ ജാനു. തമ്പുരാട്ടി ആരാ? എന്റെ ജാനു. ജാനു. ചിന്തിച്ചേട്ടാ സായിയാണെങ്കിലും സായിന്റെ മെച്ചം പരിപാടി ഇവിടെ നമ്മൾ ഭയങ്കര കമ്പനി നമ്മളുടെ പ്ലാൻസും പ്ലോട്ട്സും ഒക്കെ അങ്ങോട്ട് ഇതാക്കണ്ടാട്ടാ. അതെനിക്കറിയാം. പക്ഷെ സായിക്ക് ഇവിടെ നിന്ന് പഠിച്ചൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ സ്മാർട്ട് തന്നെ കാട്ടി നിങ്ങൾ വേറെ രീതിയിൽ ആ സ്ട്രാറ്റജി 10 സ്മാർട്ടാണ്. ശരിക്കും മനസ്സിലായ കാര്യം എത്ര ഫ്രണ്ടുകൾ പറഞ്ഞാർട്ട ഫ്രണ്ട്ഷിപ്പ് പഠിച്ച് സായി ഇപ്പം വാങ്ങിയപ്പോ കിട്ടിയപ്പോ തണ്ടിന്റെ സാധനമല്ലേ, അത് അവിടെ ഷെയർ ചെയ്യില്ലായിരുന്നു. അത് നമുക്ക് കൊടുത്തൊരു ഐഡിയ, അതിന്റെ ഗെയിമാണ്. അത് സക്സസ് ആവുകയാണെങ്കിൽ നടക്കും. ആ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അതവൻ അവിടെ അടിച്ചാണ്, അവിടെ അടിച്ചിട്ട് അത് നടന്നാൽ ഓക്കെ, then അടുത്തവൻ ചെയ്യരുത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ രീതിയിൽ പറയും. ഇപ്പൊ ഇത് നടക്കൂല എന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ നടക്കൂല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമുക്ക് പ്ലാൻസ് ഒക്കെ ഇനിയും മേലെയാണെന്ന് മനസ്സിലാണ്ടാണ് അവൻ ആ സാധനം നമുക്ക് തന്നു. ഇങ്ങനെ സാധനം പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിക്കണേ. മനസ്സിലാകും അവൻ സാധനമാണെങ്കിലും പിന്നെ നമ്മൾ കമ്പനിയാണ്. നിങ്ങൾക്ക് കേട്ടാവില്ലല്ലോ എന്നെ പോലെയല്ലേ. ഗെയിം അവൻ കളിക്കും. ഇപ്പൊ ഇത് ഒരാളെങ്കിലും ഇവിടെ അറിഞ്ഞിരിക്കണം. സായി എന്റെ അടുത്ത് എതിരെ ഗെയിം കളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്നിട്ട് ഇപ്പം സംഭവിക്കുമ്പോൾ ഞാൻ സായി എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ സായി എപ്പോഴെങ്കിലും എന്നെ അങ്ങനെ ഒരു ഗെയിം എന്റെ അടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരൊക്കെ നിന്ന് ചിരിക്കും. അത് പിന്നെ 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 അവിടെ ഉള്ളില് നീ വെളി ചിരിച്ചോ, ഉള്ളില് നീ എനിക്കൊരു നോട്ടം തന്നാൽ മതി. മനസ്സിലായി. അങ്ങനെ ഒരാൾ ഇവിടെ വേണം. അതുകൊണ്ടാണ് എന്റെ അടുത്ത് ഞാൻ ഷെയർ മനസ്സിലായി. ബ്ലൈൻഡ്സ് മാറ്റിക്കൊണ്ട് ഇപ്പൊ പൊന്തിയുള്ളൂ. ഇവിടെ ഉണ്ടല്ല പല ടൈപ്പ് ഗെയിംസ് വേണമെങ്കിൽ ഇതിനകത്തിട്ട് ബ്ലൈൻഡ്സ് ഇടക്കം താത്താൻ പറ്റും തോന്നുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ഗെയിം ബിഗ് ബോസ് ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ മാത്രം അൺഫെയർ ആക്കിയിട്ട് തുറന്നു വിട്ട് കഴിയുമ്പോ ചിലപ്പോൾ ഇവിടെ നിന്ന് വിഷ്വലി കണ്ടിട്ട് മാറ്റി ഓർത്ത് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് ഭയങ്കര വന്നിട്ട് പറഞ്ഞില്ലേ ഞാൻ അമ്മ സത്യം അത് റെഡായപ്പോ ഷാർജ് അവനൊരു ഇത് കൊടുത്തായിരുന്നു, ഒരു ഡയറക്ടർ വാറിയറാണ്. പക്ഷെ ഉണ്ടല്ലോ ഈസ് ചീപ്പ് ആണല്ലേ, 100% ചീപ്പ്. അവന്റെ വിചാരം എന്നറിയോ? അവന്റെ വിചാരം ഞാനിപ്പോ ഇവിടെ ഗെയിം സ്ട്രാറ്റജി ഒക്കെ കിടന്ന മെഴുകയല്ലേ കാണിക്കില്ലേ, അവന്റെ വിചാരം ഞാൻ പെട്ടെന്ന് ഔട്ടായി പോകും, അവ ഇവിടെ കിടന്ന് ജയിക്കും. അവൻ മറ്റേ റോക്കറ്റിനെ പറഞ്ഞ ഓർമ്മയുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മനസ്സിൽ. എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് അർജുൻ സ്വഭാവം മനസ്സിലാവും. എന്നെ വൈറ്റ് വാഷ് ചെയ്തിട്ട് എന്റെ ബാക്ക് ഇപ്പം അടിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ ജെന്യൂനായിട്ട് എന്റെ അടുത്ത് പ്രശംസയാണ്. നിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അടിപൊളിയാണ്, നിന്റെ ലുക്ക് അടിപൊളിയാണ്, ഈ സിനിമയിൽ വരും, നിന്റെ ഡാൻസ് അടിപൊളിയാണ്. ഭയങ്കര ഡാൻസർ ഒന്നല്ല, പക്ഷെ അവനൊരു നടന് ഭയങ്കര ഡാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് പറയുന്നുണ്ടായിരുന്നു. അവനൊരു ആക്ടറിന് വേണ്ട സാധനമാണ്. ഞാൻ അവന്റെ അടുത്തല്ലെങ്കിൽ ഈ സാധനം പറയുമ്പോൾ അവൻ പെയിന്റ് അടിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഗെയിമായിട്ടൊക്കെ അവൻ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും അവൻ സിവിൻബ്രൂ റോക്കറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. സമ്മതിച്ചു. ചില റോക്കറ്റ് മേളിലേക്ക് പോകും, ചില റോക്കറ്റ് ഇങ്ങനെ റോക്കറ്റ് എടുത്തവരൊക്കെ ഇവിടെ നിന്ന് വെളിയിലും പോയിട്ടുണ്ട്. ചില റോക്കറ്റ് കറങ്ങി ഈ സാധനം അവൻ അടിച്ചത് അവന്റെ ജീവിതത്തിൽ അവന്റെ ഏറ്റവും വലിയ തെറ്റാണ്. അത് എനിക്ക് അവന്റെ മുഖം മൂടി ഇതല്ല ഞാൻ എന്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ടെന്ന് അവൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് എനിക്ക്.